Module 2, water pollution. Okay, എന്താ വാട്ടർ പൊല്യൂഷൻ? നമ്മൾ ഡെയിലി കാണാറുള്ളതൊക്കെ തന്നെയാണ് വാട്ടർ പൊല്യൂഷൻ. ഒരിക്കലെങ്കിലും വാട്ടർ പൊല്യൂഷന്റെ എഫക്ട് നമ്മൾ അറിഞ്ഞിട്ടുണ്ടോ? അപ്പോ വാട്ടർ പൊല്യൂഷൻ. So what is water pollution? എന്താണ് water pollution? So water pollution is the contamination of water bodies. അപ്പോൾ ഏതൊക്കെ വാട്ടർ ബോഡീസ് കണ്ടാമിനേറ്റഡ് ആണ്? ലേക്സ്, റിവേഴ്സ്, ഓഷ്യൻസ്, അക്വിഫർ ആൻഡ് ഗ്രൗണ്ട് വാട്ടർ. അപ്പോൾ ഇതൊക്കെയാണ് നമുക്കുള്ള മെയിൻ സോഴ്സസ് ഓഫ് വാട്ടർ. ലേക്സ്, റിവേഴ്സ്, ഓഷ്യൻസ്, അക്വിഫയേഴ്സ് ആൻഡ് ഗ്രൗണ്ട് വാട്ടർ. ഈ അക്വിഫർ എന്നൊക്കെ പറയുന്നത് നമ്മുടെ കിണറുകളാണ്. അണ്ടർഗ്രൗണ്ട് സോഴ്സ് ഓഫ് വാട്ടർ ആണ്. അക്വിഫറിന് എക്സാമ്പിൾ ആണ് നമ്മുടെ നാട്ടിലെ കിണറുകളൊക്കെ. നമ്മളെന്താണ്, അണ്ടർഗ്രൗണ്ട് വാട്ടർ പുറത്തേക്ക് എടുക്കാനായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു സോഴ്സ് ആണ് അക്വിഫേഴ്സ്. പിന്നെ ഗ്രൗണ്ട് വാട്ടർ. അപ്പോൾ ഈ പറയുന്ന സോഴ്സസ് ഓഫ് വാട്ടേഴ്സ് കണ്ടാമിനേറ്റഡ് ആകുവാണ്. എങ്ങനെ കണ്ടാമിനേറ്റഡ് ആകുന്നു? ഇറ്റ്സ് മെയിൻലി ബൈ ഹ്യൂമൻ ആക്ടിവിറ്റീസ്. അപ്പോൾ ലേക്സ്, റിവേഴ്സ്, ഓഷ്യൻസ്, അക്വിഫേഴ്സ്, ഗ്രൗണ്ട് വാട്ടർ പോലുള്ള നാച്ചുറൽ വാട്ടർ റിസർവോയേഴ്സ് എന്ത് ചെയ്യുന്നു? കണ്ടാമിനേറ്റ് ചെയ്യുന്നു ബൈ ഹ്യൂമൻ ആക്ടിവിറ്റീസ്. അപ്പോൾ എങ്ങനെ കണ്ടാമിനേറ്റഡ് ആകുന്നു? എന്തൊക്കെ ഹ്യൂമൻ ആക്ടിവിറ്റീസ് കൊണ്ട് കണ്ടാമിനേറ്റഡ് ആകുന്നു? When pollutants are discharged directly or indirectly into water bodies. Pollutants എന്ന് പറയുമ്പോൾ എന്താകാം? ചിലപ്പോൾ ഇത് സോളിഡ് പൊല്യൂട്ടന്റ് ആകാം, ചിലപ്പോൾ അത് ലിക്വിഡ് പൊല്യൂട്ടന്റ് ആകാം, ചിലപ്പോൾ അത് റേഡിയേഷൻസ് ആകാം. അപ്പോൾ സോളിഡ് പൊല്യൂട്ടന്റ് എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ബീച്ചിലൊക്കെ പോയി എന്ത് ചെയ്യും? നമ്മൾ ഐസ്ക്രീം വാങ്ങി കഴിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും സ്നാക്സ് വാങ്ങി കഴിക്കും. എന്നിട്ട് എന്താ ചെയ്യുന്നത്? ആ പ്ലാസ്റ്റിക് കവർ നമ്മൾ അതേ കണക്ക് ബീച്ചിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് പോകും. അപ്പോൾ ബൈ ആക്ഷൻ ഓഫ് വിൻഡ് എന്താവും? ഈ പ്ലാസ്റ്റിക് വേസ്റ്റ് അല്ലെങ്കിൽ കാർഡ്ബോർഡ് പീസസ് ഒക്കെ എന്ത് ചെയ്യും? സീ വാട്ടറിലേക്ക് പോയി വീഴും. വേവ്സ് അതിനെ എടുത്തുകൊണ്ട് ഉള്ളിലേക്ക് പോകും, കടലിൽ വന്ന് ഡെപ്പോസിറ്റ് ആയി കിടക്കും. സോ നമ്മൾ ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റീസ്, ഇനി അതേപോലെ തന്നെ നമ്മളിപ്പോൾ ട്രെയിനിൽ ട്രാവൽ ചെയ്യാണ്. ട്രെയിനിൽ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ എന്തെങ്കിലും സ്നാക്സ് വാങ്ങി കഴിച്ചിട്ട് എന്ത് ചെയ്യും? ആ ഒരു സ്നാക്കിന്റെ കവർ നമ്മൾ പുറത്തേക്ക് ഇടും. അപ്പോൾ വെൻ റെയിൻ കംസ്, റെയിൻ വരുമ്പോൾ എന്താ സംഭവിക്കാം? റെയിൻ ഇതെല്ലാം വാഷ് അവേ ചെയ്തുകൊണ്ട് പോകും. ആ എല്ലാം വാഷ് ചെയ്ത് നിയർ ബൈ ഡ്രെയിനേജ് സിസ്റ്റത്തിലേക്ക് അത് ഡെപ്പോസിറ്റ് ആവും. ആ ഡ്രെയിനേജ് സിസ്റ്റത്തിൽ നിന്ന് അത് എന്ത് ചെയ്യും? അത് കളക്ട് അവേ ചെയ്ത് നിയർ ബൈ വാട്ടർ സോഴ്സ്, ചിലപ്പോൾ അത് സീ ആകാം, അല്ലെങ്കിൽ ഏതെങ്കിലും റിവറിലേക്ക് വന്ന് ഡെപ്പോസിറ്റ് ആയി കിടക്കുവാണ്. സോ വാട്ടർ പൊല്യൂഷൻ ഈസ് ദ കണ്ടാമിനേഷൻ ഓഫ് വാട്ടർ ബോഡീസ് വെരി ഓഫൺ ബൈ ഹ്യൂമൻ ആക്ടിവിറ്റീസ്. എങ്ങനെ ഉണ്ടാകുന്നു? ഇറ്റ് ഒക്കേഴ്സ് വെൻ പൊല്യൂട്ടൻസ് ആർ ഡിസ്ചാർജ് directly or indirectly into water bodies without enough treatment to get rid of harmful components. So what are the sources of water pollution? അപ്പോൾ നമ്മൾ മെയിൻലി രണ്ട് സോഴ്സ് ഓഫ് വാട്ടർ പൊല്യൂഷൻ ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് കോൾഡ് പോയിന്റ് സോഴ്സ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് നോൺ ആസ് നോൺ പോയിന്റ് സോഴ്സ്. അപ്പോൾ രണ്ട് സോഴ്സ് ഓഫ് വാട്ടർ പൊല്യൂഷൻ, പോയിന്റ് സോഴ്സ് ഓഫ് വാട്ടർ പൊല്യൂഷൻ ആൻഡ് നോൺ പോയിന്റ് സോഴ്സ് ഓഫ് വാട്ടർ പൊല്യൂഷൻ. ഇത് എന്തായിരിക്കും എന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? വാട്ട് ഈസ് നോൺ ആസ് എ പോയിന്റ് സോഴ്സ് ഓഫ് വാട്ടർ പൊല്യൂഷൻ ആൻഡ് നോൺ പോയിന്റ് സോഴ്സ് ഓഫ് വാട്ടർ പൊല്യൂഷൻ? ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കി പറയാമോ? പോയിന്റ് സോഴ്സ് ഓഫ് വാട്ടർ പൊല്യൂഷൻ എന്താണ്? നോൺ പോയിന്റ് സോഴ്സ് ഓഫ് വാട്ടർ പൊല്യൂഷൻ എന്താണ്? പേരിൽ തന്നെ ഉണ്ടല്ലോ, പോയിന്റ് സോഴ്സും നോൺ പോയിന്റ് സോഴ്സും. സോ പോയിന്റ് സോഴ്സ് ഓഫ് വാട്ടർ പൊല്യൂഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് അതിന്റെ സോഴ്സ് കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാം. കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാന്ന് വെച്ചാൽ, ഇപ്പോൾ ഇവിടെ ഒരു ഫാക്ടറി ഉണ്ട്. ആ ഫാക്ടറിയിൽ നിന്ന് എന്ത് ചെയ്യാണ്? ലിക്വിഡ് വേസ്റ്റ് പുറത്തേക്ക് വരുവാണ്. ആ ലിക്വിഡ് വേസ്റ്റ് ഇവിടെ ഉള്ള ഒരു സ്ട്രീം, ഇവിടെ ഒരു സ്ട്രീം ഉണ്ടെന്ന് വിചാരിക്കുക. ആ സ്ട്രീമിലേക്ക് വന്ന് ഡെപ്പോസിറ്റ് ആവുകയാണ്. അതിനെയാണ് പോയിന്റ് സോഴ്സ് ഓഫ് വാട്ടർ പൊല്യൂഷൻ എന്ന് പറയുന്നത്. പോയിന്റ് സോഴ്സ് ഓഫ് വാട്ടർ പൊല്യൂഷൻ. അപ്പോൾ ഇവിടെ ഒരു ഫാക്ടറി, ആ ഫാക്ടറിയിൽ നിന്ന് എന്ത് വരുന്നു? ഫാക്ടറിയിൽ നിന്ന് അവിടുത്തെ ലിക്വിഡ് വേസ്റ്റ് ഒരു ഡ്രെയിനേജ് പൈപ്പ് വഴി വന്ന് അടുത്ത സ്ട്രീമിലേക്ക് ഒന്ന് ഡെപ്പോസിറ്റ് ആവുകയാണ്. അതിനെയാണ് പോയിന്റ് സോഴ്സ് ഓഫ് വാട്ടർ പൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇനി നോൺ പോയിന്റ് സോഴ്സ് ഓഫ് വാട്ടർ പൊല്യൂഷൻ. നോൺ പോയിന്റ് സോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് സോഴ്സ് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതെന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ ഒരു ഫാക്ടറി ഉണ്ട്. ഇനി ഇവിടെ ഒരു അഗ്രികൾച്ചറൽ ഫീൽഡ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇവിടെ ഒരു ഫീൽഡ്, ഒരു വയലുണ്ടെന്ന് വിചാരിക്കുക. ഈ വയലിൽ നമ്മൾ എന്ത് ചെയ്യും? ഇൻസെക്ടിസൈഡ്സും പെസ്റ്റിസൈഡ്സും ഒക്കെ സ്പ്രേ ചെയ്യും. ഈ ഇൻസെക്ടിസൈഡ്സും പെസ്റ്റിസൈഡ്സും ഒക്കെ സ്പ്രേ ചെയ്യുമ്പോൾ അതിന്റെ കുറച്ച് സാധനങ്ങൾ എന്തുണ്ടാവും? അതിന്റെ ഗ്രൗണ്ടിലും ഡെപ്പോസിറ്റ് ആയി കിടപ്പുണ്ടാവും. ഇൻസെക്ടിസൈഡിന്റെ പെസ്റ്റിസൈഡ്സിന്റെ കുറച്ച് സാധനങ്ങൾ ഗ്രൗണ്ടിലും കിടക്കും. അപ്പോൾ വെൻ ഹെവി റെയിൻ കംസ് എന്ത് ചെയ്യും?
ഈ ഇൻസെക്ടിസൈഡ്സും പെസ്റ്റിസൈഡ്സിന്റെ ഒക്കെ ഈ ഒരു ഗ്രൗണ്ടിൽ ഡെപ്പോസിറ്റ് ആയ സാധനങ്ങൾ വാഷ് അവേ ചെയ്ത് ഈ സ്ട്രീമിൽ വന്ന് ഡെപ്പോസിറ്റ് ആയി കിടക്കും. ഇനി അതേ കണക്ക് തന്നെ നമ്മൾ ഇവിടെ എവിടെയെങ്കിലും ഒക്കെ നമ്മുടെ വീട്ടിലെ വേസ്റ്റ് ഒക്കെ, ഇപ്പോൾ നമ്മൾ കാർഡ്ബോർഡ് കഷ്ണങ്ങൾ, ന്യൂസ് പേപ്പേഴ്സിന്റെ പീസൊക്കെ നമ്മൾ നമ്മുടെ വീടിന്റെ പുറത്ത് കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ആയി കിടക്കും. അപ്പോൾ ഹെവി റെയിൻ ടൈമിൽ എന്ത് ചെയ്യും, ഇതും വാഷ് അവേ ചെയ്ത് ഈ സ്ട്രീംസിൽ വന്ന് ഡെപ്പോസിറ്റ് ആയി കിടക്കും. അങ്ങനെ എന്ത് സാധനങ്ങളും. പിന്നെ ഇവിടെ റോഡ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇപ്പോൾ റോഡിൽ കൂടി വെഹിക്കിൾസ് ട്രാവൽ ചെയ്യുന്നു. അപ്പൊ എന്തുണ്ടാവും, ഈ റോഡിൽ ഗ്രീസ്, അത് കണക്കിന് പെട്രോളിന്റെ എന്തെങ്കിലും ലീക്ക് ചെയ്ത സാധനങ്ങളൊക്കെ ഈ റോഡിൽ ഡെപ്പോസിറ്റ് ആയി കിടക്കും. അപ്പോൾ എന്താ സംഭവിക്കുക, റെയിൻ ഉണ്ടാകുന്ന സമയത്ത്, മഴ സമയങ്ങൾ എന്ത് ചെയ്യും, ഈ ഓയിലും ഗ്രീസും പെട്രോളും ഒക്കെ എന്ത് ചെയ്യും, അത് വാഷ് ചെയ്ത് ഈ സ്ട്രീമിലേക്ക് വന്ന് ഡെപ്പോസിറ്റ് ആയി കിടക്കും. അപ്പൊ നോൺ പോയിന്റ് സോഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് സോഴ്സ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഒരുപാട് കാരണങ്ങൾ കൊണ്ട് അവിടെ പൊല്യൂഷൻ സംഭവിച്ചു. അതാണ് നോൺ പോയിന്റ് സോഴ്സ് ഓഫ് പൊല്യൂഷൻ. പോയിന്റ് സോഴ്സ് ഓഫ് പൊല്യൂഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാം, ഈ ഒരു ബിൽഡിംഗ് അല്ലെങ്കിൽ ഈ ഒരു കാരണം കൊണ്ടാണ് അവിടെ വാട്ടർ പൊല്യൂഷൻ ഉണ്ടായത്. നമുക്ക് സ്പെസിഫിക് ആയിട്ട് പറയാം ഈ ഒരു കാരണം. ഇപ്പൊ ഈ ഫാക്ടറി കൊണ്ടാണ് ഇവിടെ പൊല്യൂഷൻ ഉണ്ടായത്. പക്ഷെ ഇപ്പൊ നമുക്ക് പറയാൻ പറ്റില്ല ഈ ഫാക്ടറി കൊണ്ട് മാത്രമാണ് ഇവിടെ പൊല്യൂഷൻ സംഭവിച്ചെന്ന് പറയാൻ പറ്റില്ല. ബിക്കോസ് ഇവിടെ നിന്നാണ് ഒരുപാട് കാരണങ്ങൾ കൊണ്ടാണ് ഈ കാണുന്ന സ്ട്രീം പൊല്യൂട്ടഡ് ആയത്. അപ്പൊ അതാണ് പോയിന്റ് സോഴ്സും നോൺ പോയിന്റ് സോഴ്സ് ഓഫ് പൊല്യൂഷനും തമ്മിലുള്ള വ്യത്യാസം. ക്ലിയർ ആണോ? എന്താണ് പോയിന്റ് സോഴ്സ്, എന്താണ് നോൺ പോയിന്റ് സോഴ്സ് ഓഫ് വാട്ടർ പൊല്യൂഷൻ? മനസ്സിലായോ? പോയിന്റ് സോഴ്സ് ഓഫ് വാട്ടർ പൊല്യൂഷൻ, നോൺ പോയിന്റ് സോഴ്സ് ഓഫ് വാട്ടർ പൊല്യൂഷൻ. ആലിസിന് മാത്രമേ മനസ്സിലായിട്ടുള്ളൂ, ബാക്കി ആർക്കും മനസ്സിലായിട്ടില്ലേ? അതോ ബാക്കി ആരും ഇല്ലയോ? സോ ഇത് പോയിന്റ് സോഴ്സും നോൺ പോയിന്റ് സോഴ്സും എക്സ്പ്ലനേഷൻ കൊടുത്തിരിക്കുകയാണ്. ഇനി പോയിന്റ് സോഴ്സ് ഓഫ് പൊല്യൂഷൻ. പോയിന്റ് സോഴ്സ് ഓഫ് പൊല്യൂഷന്റെ എക്സാമ്പിൾസ്: എ സിറ്റി സ്റ്റോം ഡ്രെയിൻ, നമ്മുടെ ഡ്രെയിനേജ് പൈപ്പ്. പിന്നെ ഡിസ്ചാർജ് ഫ്രം എ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ്, എ ഫാക്ടറി. ജസ്റ്റ് അതിന്റെ എക്സാമ്പിൾസ് ആയിട്ട് കോട്ട് ചെയ്യുന്നതേ ഉള്ളൂ, നോൺ പോയിന്റ് സോഴ്സ് ഓഫ് പൊല്യൂഷൻ. What are the types of water pollution? What are the types of water pollution? There are many types of water pollution because water comes from many sources. അപ്പോൾ നമുക്ക് what are the different types of water pollution നമ്മൾ ചെക്ക് ചെയ്യണം. ഫസ്റ്റ് വൺ, ന്യൂട്രിയൻസ് പൊല്യൂഷൻ. ന്യൂട്രിയൻസ് പൊല്യൂഷൻ. അപ്പോൾ ന്യൂട്രിയൻ പൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോ നമുക്കിവിടെ ഒരു വലിയൊരു സ്ട്രീം ഉണ്ട്. സ്ട്രീം. അപ്പോ ഈ സ്ട്രീമിന്റെ അടുത്ത് ഇവിടെ ഒരു ഫീൽഡ് ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഈ ഫീൽഡിൽ നമ്മൾ ഫെർട്ടിലൈസേഴ്സ് ആഡ്, ഫീൽഡിന് നമുക്ക് അവിടെയുള്ള എന്താണ് കൾട്ടിവേഷൻ അല്ലെങ്കിൽ അവിടെയുള്ള ക്രോപ്സിന് എന്താണ് നല്ല ഈൽഡ് കിട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഫെർട്ടിലൈസേഴ്സ് ഒക്കെ ആഡ് ചെയ്യും. അപ്പോൾ ഈ ഫെർട്ടിലൈസേഴ്സ് ഒക്കെ എന്തായിരിക്കും, നമ്മുടെ ഗ്രൗണ്ടിൽ ഇങ്ങനെ എന്താ സോയിലാണ് ആഡ് ചെയ്യുന്നത്. സോയിലൊക്കെ ഇങ്ങനെ ആഡ് ചെയ്യും. അപ്പോൾ ഹെവി റെയിൻ ടൈമിൽ എന്ത് ചെയ്യും, ഈ ഫെർട്ടിലൈസേഴ്സിനകത്ത് കുറെ പോർഷൻ എന്താ ചെയ്യുന്നത്, അതിങ്ങനെ വാഷ്ഡ് അവേ ആയിട്ട് വന്ന് ഈ സ്ട്രീമിൽ വന്ന് ഡെപ്പോസിറ്റ് ആയി കിടക്കും. അപ്പോൾ ഈ ഫെർട്ടിലൈസേഴ്സിനകത്ത്, ഫെർട്ടിലൈസേഴ്സ് നമ്മൾ എന്തിനാ യൂസ് ചെയ്യുന്നത്, പ്ലാന്റിന്റെ ഗ്രോത്തിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് ചിലപ്പോൾ നമുക്ക് നാച്ചുറൽ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കൗഡങ്, അപ്പോൾ എന്താ കൗഡങ് പോലുള്ള സാധനങ്ങൾ ഫെർട്ടിലൈസേഴ്സ് ആയിട്ട് യൂസ് ചെയ്യും. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യും, റെയിനി സീസൺസിൽ ഇതൊക്കെ വാഷ്ഡ് അവേ ആയിട്ട് ഒരു സ്ട്രീമിൽ വന്ന് ഡെപ്പോസിറ്റ് ആയി കിടക്കും. അപ്പോൾ അതിനകത്തൊക്കെ എന്തുണ്ടാവും, ന്യൂട്രിയന്റിന്റെ കണ്ടന്റ് കൂടുതലായിരിക്കും. ന്യൂട്രിയന്റിന്റെ കണ്ടന്റ് കൂടുതലായിട്ട് കാണപ്പെടും. ഇപ്പോൾ നാച്ചുറൽ ഫെർട്ടിലൈസേഴ്സ്, അപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കൗഡങ് പോലുള്ള ഫെർട്ടിലൈസേഴ്സിനകത്തൊക്കെ എന്താണ്, ന്യൂട്രിയന്റിന്റെ കണ്ടന്റ് കൂടുതലായിരിക്കും. ഈ ന്യൂട്രിയൻസിന്റെ പ്രസൻസ് ആൽഗെ പോലുള്ള സാധനങ്ങളുടെ ഗ്രോത്തിന് സഹായിക്കും. ആൽഗൽ ഗ്രോത്തിന്റെ ആൽഗയുടെ ഗ്രോത്തിനൊക്കെ സഹായിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോ എന്താണ്, ഈ ഒരു വാട്ടർ ബോഡിയിൽ ആൽഗെ പോലുള്ള സാധനങ്ങൾ കൂടുതലായിട്ട് കാണപ്പെടും. അതേ കണക്ക് തന്നെ പായലുകളൊക്കെ പെട്ടെന്ന് വളർന്നുകൊണ്ടിരിക്കും. അപ്പോൾ ആ ഒരു വാട്ടർ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പൊ നമ്മൾ ഈ വാട്ടർ ഫിൽട്ടർ ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് എടുക്കുവാണെങ്കിൽ തന്നെ ഫിൽറ്റേഴ്സിനകത്ത് ഈ പറയുന്ന ന്യൂട്രിയൻ ഡെപ്പോസിറ്റ്സ് അല്ലെങ്കിൽ ആൽഗൽ ഡെപ്പോസിറ്റ്സ് ഒക്കെ കൂടുതലായിട്ട് വന്ന് നമുക്ക് ഫിൽറ്റേഴ്സ് പോലും ഡാമേജ് ആകുന്ന സംഭവങ്ങൾ ഉണ്ടാകാം.
ഇനി നമ്മൾ പറഞ്ഞു ഇവിടെ ന്യൂട്രിയന്റിന്റെ കണ്ടന്റ് കൂടുതലാണ്. അപ്പൊ ന്യൂട്രിയന്റിന്റെ കണ്ടന്റ് കൂടുതലായതുകൊണ്ട് ഇറ്റ് മേ യൂസ് ഓക്സിജൻ പ്രസന്റ് ഇൻ വാട്ടർ. അപ്പൊ അങ്ങനെ ഓക്സിജന്റെ കണ്ടന്റും വാട്ടറിൽ റെഡ്യൂസ് ചെയ്യാൻ ഇത് കാരണമാകും. ഇൻ ടേൺ ഇറ്റ് വിൽ ഡിസ്ട്രോയ് ദ അക്വാട്ടിക് ലൈഫ്. അപ്പോൾ ആ വാട്ടർ ബോഡിയിലുള്ള എന്താണ് പ്ലാന്റ്സിനെയും അല്ലെ അതേ തന്നെ ഫിഷസ് അല്ലെങ്കിൽ എന്തെങ്കിലും അക്വാട്ടിക് ഓർഗാനിസംസ് ഉണ്ടെങ്കിൽ അതിനെയും അത് എഫക്റ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ ഇതൊരു ഇമേജ് ആണ്. ന്യൂട്രിയന്റിന്റെ പ്രസൻസ് വാട്ടർ ഒരുപാട് കൂടി കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഈ സൈഡിൽ കാണുന്ന ഒരു ഫോറസ്റ്റ് ആണ്. അപ്പൊ ഈ ഫോറസ്റ്റിന് എന്ത് സംഭവിക്കും, ആ ഇലകളും അത് കണക്ക് തന്നെ ട്രീ ട്രങ്ക്സും ഒക്കെ ഈ വാട്ടർ ബോഡിയിലേക്ക് വരും. അപ്പൊ അതിന്റെ പ്രസൻസ് എന്താണ്, അതിനകത്ത് ന്യൂട്രിയന്റെ കണ്ടന്റ് കൂടുതലാണ്. അപ്പോൾ അത് ഇന്റേൺ ആൽഗൽ ഗ്രോത്തിനെയൊക്കെ സഹായിച്ച് ഇതേ കണക്ക് എന്താണ് ആ വാട്ടർ ബോഡി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് മാറി. ഇനി നെക്സ്റ്റ് വൺ, സർഫസ് വാട്ടർ പൊല്യൂഷൻ. സോ ഇത് നമ്മൾ എപ്പോഴും കാണുന്ന സാധനമാണ് സർഫസ് വാട്ടർ പൊല്യൂഷൻ. ഈ ഒരു ഇമേജ് നമുക്ക് കാണണമെന്നില്ല, നമ്മൾ യൂഷ്വലി കാണുന്നതാണ്. എന്താണ്, ഇപ്പോ നമ്മുടെയൊക്കെ ഒരു ശീലമാണ്, ഇപ്പൊ നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ കഴിച്ചിട്ട് എന്ത് ചെയ്യും, അത് അടുത്തൊരു വാട്ടർ ബോഡി ഉണ്ടെങ്കിൽ അതിന്റെ പുറത്തേക്ക് നമ്മളിങ്ങനെ വലിച്ചെറിയും. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ വേസ്റ്റ് ഒക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് അടുത്തൊരു വാട്ടർ ബോഡിയിലേക്ക് അങ്ങ് എടുത്തെറിയുകയാണ് ചെയ്യുന്നത്. അപ്പൊ എന്താ സംഭവിക്കുക, കുറെ കഴിയുമ്പോൾ ഈ വാട്ടർ ബോഡിക്ക് ഈ വേസ്റ്റിന്റെ ഡെപ്പോസിറ്റ് കൊണ്ട് ഫ്ലോ വരാതാവും. അങ്ങനെ എന്താണ്, ആ വാട്ടർ ബോഡി കണ്ടാമിനേറ്റഡ് ആകുന്നു. ആ വാട്ടർ ബോഡി കണ്ടാമിനേറ്റഡ് ആയി കഴിഞ്ഞാൽ ആ കണ്ടാമിനേഷൻ നമുക്ക് നിയർ ബൈ വാട്ടർ സോഴ്സ്, ചിലപ്പോൾ അത് ഗ്രൗണ്ട് വാട്ടറിനെ വരെ അഫക്ട് ചെയ്യും ആ കണ്ടാമിനേഷൻ. അതാണ് സർഫസ് വാട്ടർ പൊല്യൂഷൻ. അപ്പോൾ നമ്മൾ ത്രോ എവേ ചെയ്യുന്ന സാധനങ്ങൾ കൊണ്ട് നമ്മുടെ സർഫസ് വാട്ടർ ബോഡീസ് എന്ന് പറയുന്നത് മെയിൻലി സ്ട്രീംസ് ഒക്കെയാണ്. നമ്മുടെ ചെറിയ തോടുകളും അരുവികളും ഒക്കെയാണ് ഇതിന് എന്താണ് നമ്മൾ ത്രോ എവേ ചെയ്യുന്ന വേസ്റ്റ് കൊണ്ട് മെയിൻ ആയിട്ട് അഫക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, ഓക്സിജൻ ഡിപ്ലീറ്റിംഗ്. എങ്ങനെയാണ് ഓക്സിജന്റെ കണ്ടന്റ് വാട്ടറിൽ കുറഞ്ഞു വരുന്നത്? So water bodies have microorganisms. These include aerobic and anaerobic organisms such as biodegradable matters that end up in water. അപ്പോൾ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഇപ്പോൾ വേസ്റ്റസ്, അപ്പോൾ അത് കാർഡ്ബോർഡ് പീസസ് ഒക്കെ ആണെങ്കിൽ എന്തായിരിക്കും, ബയോഡീഗ്രേഡബിൾ ആയിട്ടുള്ള വേസ്റ്റസ്. നമുക്ക് ബയോഡീഗ്രേഡബിളും അത് കണക്കിന് പ്ലാസ്റ്റിക് ഒക്കെ എന്താണ് നോൺ ബയോഡീഗ്രേഡബിൾ മാറ്റേഴ്സും ആണ്. ഇപ്പൊ ബയോഡീഗ്രേഡബിൾ മാറ്റേഴ്സ് എന്താണ് നമ്മുടെ വാട്ടർ ബോഡീസിൽ വന്നു കഴിഞ്ഞാൽ ഇറ്റ് എൻകറേജ് മോർ മൈക്രോ ഓർഗാനിസം ഗ്രോത്ത്. ഇപ്പോൾ ബയോഡീഗ്രേഡബിൾ ആയിട്ടുള്ള സാധനങ്ങൾ നമ്മുടെ വാട്ടർ ബോഡീസിൽ വന്നു കഴിഞ്ഞാൽ ഇറ്റ് എൻകറേജ് മോർ മൈക്രോ ഓർഗാനിസം ഗ്രോത്ത് ആൻഡ് ദസ് യൂസ് അപ്പ് മോർ ഓക്സിജൻ ഇൻ വാട്ടർ. അപ്പൊ എന്താണ്, മൈക്രോ ഓർഗാനിസത്തിന്റെ ഗ്രോത്ത് കൂടി ആൻഡ് ഇറ്റ് യൂസ് മോർ ഓക്സിജൻ ഇൻ വാട്ടർ. അപ്പോൾ അങ്ങനെയാകുമ്പോൾ എന്താണ്, ഇഫ് ഓക്സിജൻ ഇസ് ഡിപ്ലീറ്റഡ്, അപ്പോൾ നമുക്ക് വാട്ടർ ബോഡീസിൽ എയറോബിക് ഓർഗാനിസംസും ഉണ്ട് എനറോബിക് ഓർഗാനിസംസും ഉണ്ട്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എയറോബിക്കും എനറോബിക്കും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ എയറോബിക് ഓർഗാനിസത്തിന് വേണം ഓക്സിജൻ കണ്ടന്റ് വേണം. അപ്പോൾ എയറോബിക് ഓർഗാനിസത്തിന് ഓക്സിജന്റെ കണ്ടന്റ് ഡിപ്ലീറ്റ് ചെയ്യുന്നതുകൊണ്ട് എയറോബിക് ഓർഗാനിസത്തിന് ജീവിക്കാനുള്ള സാധ്യത കുറയും, ഇറ്റ് വിൽ ഡൈ. ആൻഡ് എനറോബിക് ഓർഗാനിസം ഗ്രോ മോർ. എനറോബിക് ഓർഗാനിസംസ് ഒരുപാട് വളർന്നു കഴിഞ്ഞാൽ ഇറ്റ് പ്രൊഡ്യൂസ് ഹാർംഫുൾ ടോക്സിൻസ് സച്ച് ആസ് അമോണിയ ആൻഡ് സൾഫൈഡ്സ്. ഇറ്റ് പ്രൊഡ്യൂസസ് ഹാർംഫുൾ ടോക്സിൻസ് സച്ച് ആസ് അമോണിയ ആൻഡ് സൾഫൈഡ്സ്. അപ്പൊ ഇത്രയേ ഉള്ളൂ. വാട്ടർ ബോഡീസിൽ ഓക്സിജന്റെ കണ്ടന്റ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, അവിടെ നമുക്ക് എനറോബിക് ഓർഗാനിസത്തിന്റെ ഗ്രോത്ത് ഇൻക്രീസ് ആവും. എനറോബിക് ഓർഗാനിസത്തിന്റെ ഗ്രോത്ത് ഇൻക്രീസ് ആയി കഴിഞ്ഞാൽ എനറോബിക് ഓർഗാനിസംസ് വിൽ പ്രൊഡ്യൂസ് ഹാർംഫുൾ ടോക്സിൻസ് സച്ച് ആസ് അമോണിയ ആൻഡ് സൾഫൈഡ്സ്. അത് ഓർത്തിരിക്കുക. ഓക്സിജൻ കണ്ടന്റ് ഡിപ്ലീറ്റ് ആവുകയാണെങ്കിൽ, എങ്ങനെ ഓക്സിജൻ കണ്ടന്റ് ഡിപ്ലീറ്റ് ആവുന്നു, ഓക്സിജൻ കണ്ടന്റ് ഡിപ്ലീറ്റ് ആവണമെങ്കിൽ അതിനകത്തുള്ള വാട്ടർ ബോഡീസിലുള്ള ഓക്സിജൻ കണ്ടന്റ് കുറയാനുള്ള കാരണം ബയോഡീഗ്രേഡബിൾ ആയിട്ടുള്ള വേസ്റ്റ് ആണ് നമ്മുടെ വാട്ടർ ബോഡീസിലേക്ക് ത്രോ ചെയ്യുന്നതെങ്കിൽ ആ ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള വേസ്റ്റ് അത് എന്താണ്, അത് സ്മോളർ ഫ്രാഗ്മെന്റ്സ് ആയിട്ട് നശിക്കുമ്പോൾ ഓക്സിജൻ യൂസ് ചെയ്തിട്ടാണ് അത് ചെറിയ ഫ്രാഗ്മെന്റ്സ് ആയിട്ട് മാറുന്നത്. ആ സമയത്ത് ഓക്സിജൻ യൂസ് ചെയ്യുന്നു. ഓക്സിജൻ കുറഞ്ഞു കഴിഞ്ഞാൽ എറോബിക് ഓർഗാനിസംസ് ചത്തുപോകുന്നു. എനറോബിക് ഓർഗാനിസത്തിന്റെ പ്രസൻസ് ഹാർംഫുൾ ടോക്സിൻസ് സച്ച് ആസ് അമോണിയ ആൻഡ് സൾഫൈഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. സോ ഇതാ എന്താണ്, ഓക്സിജന്റെ കണ്ടന്റ് കുറഞ്ഞപ്പോ നമുക്ക് ഒരു വാട്ടർ ബോഡിയിൽ സംഭവിച്ചതാണ്. എന്താ കാണുന്നത്, അവിടുത്തെ ലിവിങ് ഓർഗാനിസം ഓക്സിജന്റെ കണ്ടന്റ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്താ, വാട്ടർ ബോഡീസിലെ ലിവിങ് ഓർഗാനിസത്തിന് സർവൈവ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും, അതെല്ലാം ഇങ്ങനെ ചത്തു പൊങ്ങിക്കിടക്കും.
അപ്പോൾ ഇത് ഭയങ്കര ഡിവാസ്റ്റിംഗ് ആയിട്ട് ഓക്സിജൻ കണ്ടന്റ് കുറഞ്ഞപ്പോൾ ഉള്ള ഒരു വിഷ്വലാണ്. അപ്പോൾ നമ്മൾ അറിയില്ല, നമ്മൾ ഈ ഓരോ വട്ടവും ഈ വാട്ടർ ബോഡിയിലേക്ക് ത്രോ ചെയ്യുന്ന വേസ്റ്റ് ഒരാൾ മാത്രമല്ലല്ലോ ത്രോ ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ ഒരെണ്ണം എറിഞ്ഞാൽ അതേ കണക്കിന് 10 പേര് വീണ്ടും അങ്ങോട്ട് എറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യാം, മാക്സിമം നമ്മളായിട്ടുള്ള പൊല്യൂഷൻ കുറയ്ക്കുക. ഇനി ഗ്രൗണ്ട് വാട്ടർ പൊല്യൂഷൻ നമ്മൾ വാർത്തകളിലൊക്കെ കേട്ടിട്ടുണ്ടാവും. ഈ അണ്ടർഗ്രൗണ്ട് വാട്ടറിനകത്ത് പെട്രോൾ, ഇപ്പൊ കിണറിനകത്ത് നിന്ന് പെട്രോളിന്റെ മണം വരുന്നു, അല്ലെങ്കിൽ കിണറിനകത്ത് നിന്ന് എന്താ ഫൗൾ സ്മെല്ല് വരുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വാർത്തകളായി കണ്ടിട്ടുണ്ട്. അതെന്താ സംഭവിക്കുന്നത്? നമ്മുടെ അണ്ടർഗ്രൗണ്ട് വാട്ടർ അല്ലെങ്കിൽ അണ്ടർഗ്രൗണ്ട് വാട്ടർ ടേബിൾ പൊല്യൂട്ടഡ് ആയി. ആ ഒരു കേസിലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഗ്രൗണ്ട് വാട്ടർ പൊല്യൂഷൻ വരുന്നത്. അതുകൊണ്ട് അതിന്റെ ഒരു പിക്ടോറിയൽ റെപ്രസെന്റേഷൻ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇതെന്താണ്? ഇതൊരു ഫീൽഡാണ്. ആ ഫീൽഡിൽ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് നമ്മൾ ഇട്ട് കൊടുക്കുവാണ്. അപ്പോൾ അതെന്താണ്, അത് ഫൈനർ ഫ്രാഗ്മെന്റ്സ് ആയിട്ട് മാറി. അപ്പോൾ ഈ ഫൈനർ ഫ്രാഗ്മെന്റ്സ് ആയിട്ട് മാറിയ ഫെർട്ടിലൈസേഴ്സും കെമിക്കൽസും വെൻ റെയിൻ എന്ത് ചെയ്യുക, റെയിൻ വാട്ടറിനകത്ത് കുറെ പോർഷൻ സർഫസ് റൺ ഓഫ് ആയിട്ട് പോകും. ബാക്കി പോർഷൻ എന്ത് ചെയ്യും, ഇറ്റ് പെർക്കലേറ്റ്സ് ഡൗൺ ദ സോയിൽ. അതിങ്ങനെ ഗ്രൗണ്ട് വാട്ടർ അതിങ്ങനെ സോയിലിൽ കൂടി പെർക്കലേറ്റ് ചെയ്ത് ഗ്രൗണ്ട് വാട്ടർ ടേബിളിലേക്ക് എത്തും. അപ്പോൾ വാട്ടറിന്റെ കൂടെ എന്ത് സംഭവിക്കും, ഈ ഫെർട്ടിലൈസേഴ്സും അല്ലെങ്കിൽ കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സും വാട്ടറിന്റെ കൂടെ മിക്സ് ആയിട്ട് ഈ അണ്ടർഗ്രൗണ്ട് വാട്ടർ ടേബിളിലേക്ക് സോയിലിൽ കൂടി പെർക്കലേറ്റ് ചെയ്ത് അണ്ടർഗ്രൗണ്ട് വാട്ടർ ടേബിളിലേക്ക് എത്തും. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അണ്ടർഗ്രൗണ്ട് വാട്ടർ ടേബിൾ കണ്ടാമിനേറ്റഡ് ആവും. നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല, ട്രീറ്റ് ചെയ്യാതെ യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരു കേസിലേക്ക്. സോ ഇതാണ്ടേ ജസ്റ്റ് ഒരു റെപ്രസെന്റേഷൻ. ഇതാണ്ടേ ഇവിടെ നമ്മൾ എന്താണ് ഓയില് കൊണ്ടുവന്ന് എന്ത് ചെയ്തു, ഇവിടെ സ്ട്രീമിലേക്ക് ഒഴിച്ചു. ഇവിടെ എന്താണ് വീഡ് കില്ലർ, നമ്മൾ പ്ലാന്റ്സിനകത്തുള്ള വീഡ്സിനെ കൊല്ലാൻ വേണ്ടി വീഡ് കില്ലർ കൊണ്ടുവന്ന് സ്പ്രേ ചെയ്തു, അല്ലെങ്കിൽ ഇത് ഒഴിച്ചു. ഇതൊക്കെ എന്ത് ചെയ്തു, ഇതൊക്കെ റൺ ഓഫ് ചെയ്തത് വരുവാണ് ഇവിടെ ഒരു സ്ട്രീമിലേക്ക്, അല്ലെങ്കിൽ അത് പെർക്കലേറ്റ് ഡൗൺ ചെയ്തു അണ്ടർഗ്രൗണ്ട് വാട്ടറിലേക്ക്. ഇതാണ് അണ്ടർഗ്രൗണ്ട് വാട്ടർ. ഈ അണ്ടർഗ്രൗണ്ട് വാട്ടറിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ബോർവെല്ല് വെച്ച് വെള്ളം പമ്പ് ചെയ്തെടുക്കുകയാണ്. ഈ കണ്ടാമിനേഷൻസ് ആണ് നമ്മൾ ഈ പമ്പ് ഔട്ട് ചെയ്ത് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ ത്രോ ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ടാണ് ഇതിനകത്ത് മെയിൻ എന്താണ്, നമ്മൾ വളരെ കെയർലെസ് ആയിട്ട് പല സാധനങ്ങളും ഗ്രൗണ്ടിലേക്ക് എറിയുന്നതൊക്കെയാണ് കണ്ടാമിനേഷൻസിന്റെ മെയിൻ റീസൺ. ഫിഫ്ത്ത് വൺ, മൈക്രോബയോളജിക്കൽ. സോ നമുക്കറിയാം നമ്മുടെ വാട്ടറിനകത്ത് മൈക്രോ ഓർഗാനിസംസ് ഒക്കെ ഉണ്ട്. അതെന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ റിവേഴ്സിന്റെയും സ്ട്രീംസിന്റെയും ഒക്കെ സൈഡിൽ പ്ലാന്റ്സ് ഉണ്ട്, പിന്നെ ആനിമൽസ് ഉണ്ട്. ആനിമൽസിന്റെ വേസ്റ്റ് ഒക്കെ വന്ന് നമ്മുടെ സർഫസ് വാട്ടർ കണ്ടാമിനേറ്റഡ് ആകും. അപ്പോൾ അത് കണക്ക് തന്നെ ഹ്യൂമൻ വേസ്റ്റ്, ആനിമൽസിന്റെ വേസ്റ്റ്, ഹ്യൂമൻ വേസ്റ്റ് എന്ന് പറയുമ്പോൾ ഹ്യൂമൻ യൂറിൻ ഒക്കെ എന്ത് ചെയ്യും, നമ്മുടെ വാട്ടർ ബോഡിയിൽ വരാറുണ്ട്. അപ്പോൾ അതിന്റെയൊക്കെ പ്രസൻസ് മൈക്രോ ഓർഗാനിസത്തിന്റെ ഗ്രോത്തിനെ സഹായിക്കും. മൈക്രോ ഓർഗാനിസംസ് ലൈക്ക് വൈറസ്, ബാക്ടീരിയ, പ്രോട്ടോസോവ. അപ്പോൾ ഹ്യൂമൻ വേസ്റ്റ്, ഇപ്പോൾ അത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഈ നിയർ റിവർ സൈഡ് താമസിക്കുന്ന ആൾക്കാരുടെ ടോയ്ലറ്റ് വേസ്റ്റ് ഒക്കെ നേരെ അവർ ആ റിവറിലേക്കാണ് ഡംപ് ചെയ്യുന്നത്. ബിക്കോസ് നിയർ റിവേഴ്സിന്റെ ഷോറിലൊക്കെ താമസിക്കുന്നവർക്ക് സെപ്റ്റിക് ടാങ്ക് ഒക്കെ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് വാട്ടർ ലെവൽ അവരുടെ വാട്ടർ ടേബിൾ ഒരുപാട് മുകളിലായിരിക്കും. അതുകൊണ്ട് അവർക്ക് സെപ്റ്റിക് ടാങ്ക് ഒക്കെ കൺസ്ട്രക്ട് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. ആ ഒരു കേസിൽ അവര് ടോയ്ലറ്റ് വേസ്റ്റ് നേരെ എന്താണ് നമ്മുടെ വാട്ടർ ബോഡിയിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ കേസിൽ എന്താ സംഭവിക്കുക, ഹ്യൂമൻ ബോഡിയിൽ ബാക്ടീരിയയും വൈറസസും പ്രോട്ടോസോവയുടെ ഒക്കെ ഗ്രോത്ത് ആ ഒരു വാട്ടറിൽ ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കും. ആൻഡ് ദിസ് നാച്ചുറൽ പൊല്യൂഷൻ ക്യാൻ കോസ് ഫിഷസ് ആൻഡ് അതർ വാട്ടർ ലൈഫ് ടു ഡൈ. ഇത് ഇൻക്രീസ് ചെയ്താലാണ്, ഒരു നിശ്ചിത അളവിലൊന്നും കുഴപ്പമില്ല, അതിൽ കൂടിക്കഴിഞ്ഞാൽ അത് ഹാംഫുൾ ആണ്. They can cause serious illness to human who drink such waters. അപ്പോൾ വൈറസ്, ബാക്ടീരിയ ആൻഡ് പ്രോട്ടോസോവ അതിന്റെ കണ്ടന്റ് വാട്ടറിൽ കൂടിക്കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ കോസ് സീരിയസ് എഫക്ട് ടു ഹ്യൂമൻസ്. ഇപ്പോൾ അണ്ടർ ഡെവലപ്ഡ് രാജ്യങ്ങളിൽ അപ്പോൾ അവരൊക്കെ ഈ ഒരു രീതിയിലൊക്കെ ആയിരിക്കും ചിലർ വെള്ളം കുടിക്കുന്നത്. അപ്പോൾ പ്രോട്ടോസോവ, വൈറസ്, ബാക്ടീരിയ ഒക്കെ ഡയറക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ഉള്ളിലേക്ക് എൻട്രി.
ഇപ്പോൾ നമുക്ക് അങ്ങനെ വേറെ രാജ്യങ്ങളിലേക്ക് പോകണമെന്നൊന്നുമില്ല. ഇപ്പോൾ ഗ്രൗണ്ട് വാട്ടർ ടേബിൾ ഒരുപാട് താഴെ നിൽക്കുന്ന ഒരുപാട് സ്ഥലങ്ങളിൽ സൗത്ത് ഇന്ത്യയിൽ തന്നെയുണ്ട്. മൈലുകളോളം താണ്ടി വെള്ളം എടുത്തുകൊണ്ട് വരേണ്ട ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ അവരും പെട്ടെന്ന് ഒരു വാട്ടർ ബോഡി കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യുന്നവരും ഉണ്ട്. ഇവിടെ നമുക്ക് ആകപ്പാടെ ഉള്ള ഒരു വാട്ടർ ബോഡി ഇതാണ്. അവർക്ക് ആ വെള്ളം ഉപയോഗിച്ചേ പറ്റുള്ളൂ. ഇനി അതുകൊണ്ടൊക്കെ ഈ വെള്ളം നമ്മൾ ചൂടാക്കി ഉപയോഗിച്ചാലും ചില സാധനങ്ങൾ 100°C തിളപ്പിച്ചാലും ജീവിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഈ ഒരു വാട്ടർ ബോഡി അത് പൊല്യൂട്ടഡ് ആക്കാതിരിക്കുക. നമ്മൾ വേസ്റ്റ് ഒക്കെ വലിച്ചെറിഞ്ഞ് പൊല്യൂട്ടഡ് ആക്കാതെ അത് നാച്ചുറലായിട്ട് തന്നെ കീപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് വൺ, സസ്പെൻഡഡ് മാറ്റേഴ്സ്. സസ്പെൻഡഡ് മാറ്റേഴ്സിനൊക്കെ ഒരു എക്സാമ്പിൾ ആണ് നമ്മുടെ പ്ലാസ്റ്റിക്സ് ഒക്കെ. പ്ലാസ്റ്റിക്, ഇപ്പൊ പ്ലാസ്റ്റിക് നമ്മൾ ത്രോ ചെയ്യുവാണ്, അത് വാട്ടർ ബോഡിയിൽ പോയി വീണു, എന്ത് സംഭവിക്കും? ആ പ്ലാസ്റ്റിക് ബോട്ടിൽ അതേ കണക്ക് തന്നെ അവിടെ കിടക്കും. എത്ര വർഷമായാലും അത് ഡിഗ്രേഡ് ചെയ്യാൻ പോകുന്നില്ല. ആ പ്ലാസ്റ്റിക് ബോട്ടിൽ അതേ കണക്ക് തന്നെ വാട്ടർ ബോട്ടിൽ കിടന്ന് ഡെപ്പോസിറ്റ് ആയി കിടക്കും. അപ്പൊ അതെന്താ സംഭവിക്കുക? അതിനകത്ത് ഇപ്പോ ഫോർ എക്സാമ്പിൾ പ്ലാസ്റ്റിക്കിന്റെ കേസ് തന്നെ എടുക്കാം. പ്ലാസ്റ്റിക് ഒരിക്കലും 100% നശിച്ചു പോവില്ല. കുറെ നാൾ അവിടെ കിടന്നു കഴിയുമ്പോഴത്തേക്കും അത് ചെറിയ ഫ്രാഗ്മെന്റ്സ് ആയിട്ട് മുറിയും. ആ ചെറിയ ഫ്രാഗ്മെന്റ്സ് എന്ത് ചെയ്യും? അക്വാട്ടിക് ആനിമൽസ് അത് അത് ഭക്ഷിക്കും. ഇപ്പൊ ചെറിയ മീനുകളായിരിക്കും. ഇപ്പൊ ചെറിയ ഫ്രാഗ്മെന്റ്സ് ആയിട്ടാണ് അത് മുറിഞ്ഞു പോകുന്നതെങ്കിൽ ആ ചെറിയ മീനുകൾ അത് ഭക്ഷിക്കും. അതിനെന്ത് ചെയ്യും? വലിയ മീനുകൾ ആ ചെറിയ മീനെ ഭക്ഷിക്കും. ആൻഡ് വലിയ മീൻ എന്ത് ചെയ്യും? ഹ്യൂമൻസ് ഭക്ഷിക്കും. ആൻഡ് ഇൻ ടേൺ ഇത് സൈക്കിൾ ചെയ്ത് നമ്മുടെ ഉള്ളിലേക്കും ആ ഒരു പ്ലാസ്റ്റിക് വേസ്റ്റ് നമ്മുടെ ഉള്ളിലേക്കും വരും. അപ്പോൾ അതാണ് സസ്പെൻഡഡ് മാറ്റേഴ്സ്. അത് ഒരിക്കലും നശിച്ചു പോവില്ല. അത് അതേ കണക്ക് തന്നെ നമ്മുടെ ആ വാട്ടർ ബോഡിയിൽ കിടക്കും. അപ്പോൾ ഒരു പുറത്തുനിന്നുള്ള ഒരു ഏജന്റ് ആ വാട്ടർ ബോഡിയിൽ ഒന്ന് കിടന്നാൽ അത് അവിടുത്തെ അക്വാട്ടിക് ലൈഫിനെ ഒരുപാട് ബാധിക്കും. They can harm and even kill aquatic life that live at the floor of water bodies. So ഇത് കണ്ടോ, നമ്മുടെ അക്വാട്ടിക് ലൈഫ് നമ്മൾ ത്രോ ചെയ്ത വേസ്റ്റ് ആണ്. ടയർ പോലുള്ള സാധനങ്ങളൊക്കെ കടലിലേക്കൊക്കെ വലിച്ചെറിഞ്ഞാണ്. അത് അതേ കണക്ക് തന്നെ കടലിൽ കിടക്കും. ഒന്നും ഡീഗ്രേഡ് ചെയ്ത് പോകില്ല. പിന്നെ ഡീഗ്രേഡ് ചെയ്താലും അവിടുത്തെ ഫിഷസ് ഒക്കെ ആയിരിക്കും അത് ഈറ്റ് ചെയ്യുന്നത്. ചെറിയ ഫ്രാഗ്മെന്റ്സ് ആയിട്ട് മാറിയാൽ അത് കറങ്ങി തിരിഞ്ഞ് നമ്മുടെ ഫുഡ് ചെയിനിലും അത് എൻറ്റർ ചെയ്ത് നമ്മുടെ ഉള്ളിലേക്കും ആ സാധനങ്ങൾ വരും. അപ്പോൾ don't throw these types of things into water. Suspended matters. Chemical water pollutions. Chemical water pollution. So chemical water pollution. Chemical water pollution എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇൻഡസ്ട്രീസ്, ഇപ്പോൾ ഒരു ഫാക്ടറി ഉണ്ട്, ഇത് കെമിക്കൽ ഫാക്ടറി ആണെന്ന് വിചാരിക്കാം. കെമിക്കൽ ഫാക്ടറിയിൽ എന്ത് വരും? ഇൻഡസ്ട്രിയൽ വേസ്റ്റ് വരും, ലിക്വിഡ് വേസ്റ്റ് വരും. ആ ലിക്വിഡ് വേസ്റ്റ് എന്താ ചെയ്യുക? ലിക്വിഡ് വേസ്റ്റ് പുറത്തേക്ക് തള്ളാനേ പറ്റുള്ളൂ, ഫാക്ടറിയിലൊന്നും വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. അപ്പൊ ആ ലിക്വിഡ് വേസ്റ്റ് അത് ട്രീറ്റ് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? നിയർ ബൈ ഒരു വാട്ടർ സോഴ്സ്, മിക്കവാറും അത് കടലിലേക്കൊക്കെ ആയിരിക്കും ഒഴുക്കുന്നത്. കടലിലേക്ക് ഒഴുക്കണമെന്നാണ് നിയമം. അപ്പൊ അത് ട്രീറ്റ് ചെയ്ത്, അപ്പൊ ആ ലിക്വിഡ് വേസ്റ്റ് നല്ല ടെമ്പറേച്ചർ ഉള്ളതൊക്കെ ആണെങ്കിൽ അത് നോർമൽ ടെമ്പറേച്ചർ ആക്കിയതിനു ശേഷമാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ നിയർ ബൈ വാട്ടർ ബോഡിയിലേക്ക് അത് സ്പ്രേ ചെയ്യുന്നത്, പിന്നെ അത് ഒഴുക്കിക്കളയുന്നത്. ഇൻ കേസ് നമ്മുടെ ട്രീറ്റ്മെന്റ് മെത്തേഡിനകത്ത് എന്തെങ്കിലും ഒരു ഫെയിലിയർ വന്നാൽ, അല്ലെങ്കിൽ നമ്മൾ ട്രീറ്റ് ചെയ്തു, ടെമ്പറേച്ചർ കുറഞ്ഞില്ല, 110°C തന്നെയാണ് ആ ലിക്വിഡ് വേസ്റ്റ് പുറത്തേക്ക് പുറന്തള്ളിയെന്ന് വിചാരിക്കുക. അതുകൊണ്ട് എന്താ സംഭവിക്കുക? അതുകൊണ്ട് ആ വാട്ടർ ബോഡിയിൽ വീണ് കഴിഞ്ഞാൽ ആ വാട്ടർ ബോഡിയിലുള്ള അക്വാട്ടിക് ലൈഫ് മുഴുവൻ നശിച്ചു പോകുവാണ്. ഇനി ആ വാട്ടർ പൊല്യൂഷൻ, അതിനകത്ത് നമുക്ക് ചിലപ്പോൾ അതിനകത്ത് കെമിക്കൽസ് ഉണ്ടാകാം. ഇപ്പൊ ഫെർട്ടിലൈസർ ഫാക്ടറി ആണെങ്കിൽ കെമിക്കൽസ് ഒക്കെ എന്തുണ്ടാകും? ഈ പുറത്തേക്ക് വരുന്ന വേസ്റ്റ് വാട്ടറിനകത്ത് കെമിക്കൽസിന്റെ പ്രസൻസ് ഒരുപാട് ഉണ്ടാകാം. ഇനി അതേ കണക്ക് തന്നെ ചിലപ്പോൾ ഇതിനകത്ത് മെറ്റൽസിന്റെ പ്രസൻസ് ഉണ്ടാകാം. സോ ദേ ആർ പോയിസണസ് ടു മെനി ഫോംസ് ഓഫ് അക്വാട്ടിക് ലൈഫ് and may slow their development and make them infertile and kill them. So aquatic life infertile ആക്കാം, and in turn it can kill them. അപ്പോൾ കെമിക്കൽ വാട്ടർ പൊല്യൂഷൻ ഇത് ഉണ്ടോ? ഒരു ഫാക്ടറിയിൽ നിന്ന് വന്ന വേസ്റ്റ് ആണ്. വേസ്റ്റ് അതിന്റെ കളർ കണ്ടാൽ തന്നെ അറിയാം അത് ട്രീറ്റ് ചെയ്തിട്ടുണ്ടായില്ല. അപ്പോൾ ഇതെന്താ സംഭവിക്കുക? ഇത് ആ ഒരു അക്വാട്ടിക് ലൈഫ് വാട്ടർ ബോഡിയിലേക്കാണ് അത് വീഴുന്നതെങ്കിൽ ആ അക്വാട്ടിക് ലൈഫിനെ ഫുള്ളായിട്ട് ഡാമേജ് ചെയ്യും. അപ്പോൾ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് എന്താണ്? ആ വേസ്റ്റ് വാട്ടർ ഗ്രൗണ്ടിലേക്ക് തന്നെയാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. ഗ്രൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്താൽ എന്താ സംഭവിക്കുക?
അത് കുറെ കഴിയുമ്പോൾ അണ്ടർഗ്രൗണ്ട് വാട്ടർ, നമ്മുടെ ഗ്രൗണ്ട് വാട്ടർ ടേബിളിലേക്ക് അത് എൻട്രി ചെയ്യും. കണ്ടിന്യൂസ് ആയിട്ട് ഈ വേസ്റ്റ് ഇങ്ങനെ പുറത്തേക്ക് തള്ളുവാണല്ലോ, അതിങ്ങനെ സോയിലിൽ കൂടി പെർക്കുലേറ്റ് ചെയ്ത് അണ്ടർഗ്രൗണ്ട് വാട്ടറിൽ എത്തി അണ്ടർഗ്രൗണ്ട് വാട്ടറിനെ കണ്ടാമിനേറ്റഡ് ആക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഓയിൽ സ്പില്ലേജ്, ഇത് നമ്മൾ വാർത്തകളൊക്കെ കാണാറുള്ളതാണ്. ഓയിൽ സ്പില്ലേജ് ഇപ്പോ കാർഗോ ഷിപ്സ് ഒക്കെ എന്താണ്, ക്രൂഡ് ഓയിൽ കൊണ്ടുവരുന്ന കാർഗോ ഷിപ്സ് ഒക്കെ മറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ ഓയിൽ മുഴുവൻ നമ്മുടെ സീയിൽ വന്ന് ഡെപ്പോസിറ്റ് ആയി കിടക്കും. ഓയിൽ ഒരിക്കലും എന്ത് ചെയ്യില്ല, വാട്ടറുമായിട്ട് മിക്സ് ചെയ്യില്ല. അപ്പൊ എന്താ, ഇത് കണക്കിന് ഡെപ്പോസിറ്റ് ആയി കിടക്കും. ഇപ്പൊ അക്വാട്ടിക്, ഇപ്പോൾ ചില സീ ബേർഡ്സ് ഉണ്ട് ഇങ്ങനെ വെള്ളത്തിൽ നിന്ന് മീനെ കൊത്തിയെടുത്ത് പുറത്തേക്ക് പോകുന്നത്. അപ്പൊ അതിന്റെ ചിറകുകളിലൊക്കെ എന്ത് ചെയ്യും, ഈ ഓയിൽ പറ്റി പിടിച്ചിരിക്കും. അതിന് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇറ്റ് വിൽ ഡൈ. ഇമേജ് കാണിച്ചത് താണ്ടേ, ഓയിൽ സ്പില്ലേജ്, ഓയിൽ സ്പില്ലേജ് താണ്ടേ, ഓയില് മുഴുവൻ താണ്ടേ അവിടെ സ്പില്ലായി കിടക്കുവാണ്. അത് നമുക്ക് ആ ഓയിൽ റിമൂവ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കണ്ടോ, ഓയിൽ സ്പില്ലേജ്. സീല് ആ ഒരു വാട്ടർ ബോഡിയുടെ മുകളിലേക്ക് ഓയിൽ സ്പില്ലായി കിടക്കുവാണ്. അത്രയും ഓയില് നമ്മൾ അവിടെ നിന്ന് റിമൂവ് ചെയ്യണം. അതിലവിടെ ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ അത് അവിടുത്തെ വാട്ടർ ബോഡീസിനും അതിന്റെ അക്വാട്ടിക് ലൈഫിനും ഒക്കെ ഹാംഫുൾ ആയിരിക്കും. ഓയിൽ സ്പില്ലേജ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? So next one, industrial causes of water pollution. Industrial causes. So industrial causes ഒരു മെയിൻ റീസൺ ആണ് വാട്ടർ പൊല്യൂഷൻ. സോ ഇൻഡസ്ട്രിയിൽ നിന്ന് പുറന്തള്ളുന്ന വേസ്റ്റ്, നമ്മുടെ ഇമേജ് കൊടുത്തിരിക്കുന്നതാണ് ഇൻഡസ്ട്രിയിൽ നിന്ന് പുറന്തള്ളുന്ന വേസ്റ്റ്. അത് കണക്ക് തന്നെ ഇവിടെ നോക്കിക്കേ, നമ്മൾ കഴിഞ്ഞ മോഡ്യൂളിൽ എയർ പൊല്യൂഷൻ പഠിച്ചിരുന്നു. എയർ പൊല്യൂഷനകത്ത് നമ്മൾ ആസിഡ് റെയിൻ പറഞ്ഞിരുന്നു. കണ്ടോ, ഇപ്പോ ഇവിടെ നിന്ന് ഈ ഫാക്ടറിയിൽ നിന്ന് സൾഫർ ഡയോക്സൈഡ് എമിഷൻസ് വരുവാണ്. ആ സൾഫർ ഡയോക്സൈഡ് ഗ്യാസ് എന്ത് ചെയ്യാണ്, അത് നമ്മുടെ അറ്റ്മോസ്ഫിയറിലെ മോയിസ്ചറുമായിട്ട് മിക്സ് ആയി, അല്ലെങ്കിൽ വാട്ടർ വേപ്പറുമായിട്ട് മിക്സ് ആയി സൾഫ്യൂരിക് ആസിഡിന്റെ ക്ലൗഡ്സ് ഫോം ചെയ്യണം. അതെന്ത് ചെയ്യണം, അത് പ്രസിപ്പിറ്റേറ്റ് ഡൗൺ ആസ് റെയിൻ. പ്രസിപ്പിറ്റേറ്റ് ഡൗൺ ആസ് റെയിൻ എന്ന് പറയുമ്പോൾ സൾഫ്യൂരിക് ആസിഡ് ആണ് എന്ത് ചെയ്യുന്നത്, മഴ പോലെ വീഴുന്നത്. അത് വന്ന് എന്ത് ചെയ്യും, അത് വന്ന് വീണ് കഴിഞ്ഞാൽ അത് ബിൽഡിങ്സിനകത്ത് വീണാൽ ബിൽഡിങ്സിനകത്ത് കളർ ഫെയ്ഡ് ആവും. അത് കണക്ക് തന്നെ ഇപ്പോൾ മാർബിളും ഗ്രാനൈറ്റും പോലുള്ള മോണുമെന്റ്സിന് മുകളിലാണ് വീണെങ്കിൽ അത് അതിനെ ഡാമേജ് ചെയ്യും. പിന്നെ വാട്ടർ ബോഡീസിലാണ് വീഴുന്നതെങ്കിൽ ആ വാട്ടർ ബോഡി കണ്ടാമിനേറ്റഡ് ആവും. അത് കണക്ക് തന്നെ ഇവിടെ കണ്ടോ, ഇൻഡസ്ട്രിയൽ എഫ്ലുവന്റ് ലിക്വിഡ് വേസ്റ്റ് നേരെ വന്ന് ഈ ഒരു വാട്ടർ ബോഡിയിലേക്ക് വീഴുവാണ്. അപ്പോ എന്താണ്, ശരിക്കും അത് ഒരുപാട് ഒഴുക്കുള്ള റീജിയൻസിൽ അല്ലെങ്കിൽ കടലിലേക്ക് വേണം ആ സാധനം വന്ന് ഒരു ഇൻഡസ്ട്രിയിൽ നിന്ന് വരുന്ന വേസ്റ്റ് നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് ഓയിൽ പൊല്യൂഷൻ ബൈ ഓയിൽ ഇൻഡസ്ട്രീസ്. ഇനി അതർ കോസ് ഓഫ് വാട്ടർ പൊല്യൂഷൻ, സീവേജ് ആൻഡ് വേസ്റ്റ് വാട്ടർ. അപ്പോൾ സീവേജ് എന്താണ്, വേസ്റ്റ് വാട്ടർ എന്താണെന്നൊക്കെ നമുക്കറിയാം. സീവേജ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ വീടുകളിൽ നിന്ന് വരുന്ന വേസ്റ്റ്, സീവേജ് വേസ്റ്റ്. വേസ്റ്റ് വാട്ടർ ദാറ്റ് ഓഫൺ കണ്ടെയ്ൻ ഫീസസ്, യൂറിൻ ആൻഡ് ലോണ്ടറി വേസ്റ്റ്. ഈ പറയുന്ന വേസ്റ്റുകളൊക്കെ ട്രീറ്റ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യണ്ടേ, ഈ ഒരു വാട്ടർ ബോഡിയിലേക്ക് കൊണ്ടുവന്നിടാനായിട്ട്. അപ്പോൾ പലപ്പോഴും എന്താ ചെയ്യുന്നത്, ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾസ് ഒന്നും മെയിൻറ്റെയിൻ ചെയ്യാറില്ല. ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾസ് ഒന്നും മെയിൻറ്റെയിൻ ചെയ്യാത്തപ്പോൾ അതാണ്ട് ഈ ഫീസസിലും യൂറിനും ഒക്കെ എന്താണ് മൈക്രോ ഓർഗാനിസംസ് അല്ലെങ്കിൽ എന്താണ് മൈക്രോ ഓർഗാനിസംസ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ അതെന്ത് ചെയ്യും, ഈ വാട്ടർ ബോഡിയിൽ വന്ന് വീണാൽ വാട്ടർ ബോഡി കണ്ടാമിനേറ്റഡ് ആവുകയാണ്. അല്ലെങ്കിൽ എന്താണ്, ഇതിന്റെയൊക്കെ സ്മെല്ല് ഭയങ്കരമായിട്ട് ഇതിലേക്ക് വരും. അപ്പൊ കുറെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ത്രൂ ഔട്ട് 365 days a year ഈ വേസ്റ്റ് ട്രീറ്റ് ചെയ്യാൻ വന്ന് വീണ് കഴിഞ്ഞാൽ ആ വാട്ടർ ബോഡി ഫുൾ ആയിട്ട് കണ്ടാമിനേറ്റഡ് ആയിപ്പോയി. പിന്നെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ അത് പഴയ ലൈഫിലേക്ക് കൊണ്ടുവരാനൊക്കെ ആണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ട്രീറ്റ് ചെയ്തു എന്നൊക്കെ പറയുന്ന വരുന്ന സീവേജ് വേസ്റ്റ് ആണ് നമ്മൾ ദാണ്ട് വാട്ടർ ബോഡിയിലേക്ക് കൊണ്ടുവന്ന് സ്പ്രേ ചെയ്യുന്നത്, ഒഴുക്കിക്കളയുന്നത്. സീവേജ് ഡെപ്പോസിഷൻ, വാട്ടർ ബോഡിയിലേക്ക് സീവേജ് ഡെപ്പോസിറ്റ് ചെയ്യും. ഇനി മൈനിങ് ആക്ടിവിറ്റീസ്.
സോ മൈനിങ് ആക്ടിവിറ്റീസ് എന്തിനാണ്? നമുക്ക് ഓയിൽ, ഇപ്പോൾ ക്രൂഡ് ഓയിൽ പോലുള്ള സാധനങ്ങൾ നമുക്ക് എക്സ്കവേറ്റ്, നമ്മൾ എവിടെ നിന്നാണ് എടുക്കുന്നത്? ഭൂമിക്ക് അടിയിൽ നിന്നാണ്. മൈനിങ് വഴിയാണ് അത് പുറത്തേക്ക് കൊണ്ടുവരുന്നത്. സോ മൈനിങ് ഈസ് എ പ്രോസസ് ഓഫ് ക്രഷിംഗ് ദ റോക്ക് and extracting coal and other minerals from underground. These elements, when extracted in the raw form, contain harmful chemicals and can increase the amount of toxic elements when mixed up with water, which may cause health problems. അപ്പോൾ നമ്മൾ ഭൂമിക്ക് അടിയിൽ നിന്ന് എന്താണ് അതേ കണക്ക് പുറത്തേക്ക് കൊണ്ടുവരുന്ന സാധനങ്ങൾ വാട്ടർ ബോഡീസുമായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? അത് ഒരു സീരിയസ് ഹെൽത്ത് എഫക്ട്സ് കോസ് ചെയ്യാം, ടോക്സിക് എലമെന്റ്സ്. അതുകൊണ്ട് ഇതങ്ങനെ മൈനിങ്ങിൽ നിന്ന് നമ്മൾ പുറത്തെടുത്ത് വെച്ചേക്കുന്ന സാധനം വാട്ടറുമായിട്ട് മിക്സ് ചെയ്ത് കണ്ടാമിനേറ്റഡ് ആയതാണ്. 10 million gallons acid mine waste. 10 million gallon acid mine waste. സോ ഇതെല്ലാം മൈൻ വേസ്റ്റ് ആണ്. മൈൻ വേസ്റ്റ് ചിലപ്പോൾ മൈൻസിൽ നിന്ന് നമ്മൾ എടുത്ത് വെച്ച് എക്സ്ട്രാക്ട് ചെയ്തെടുത്ത സാധനങ്ങൾ പുറത്ത് കളക്ട് ചെയ്ത് വെച്ച സമയത്ത് എന്തെങ്കിലും കാരണവശാൽ അത് വാട്ടറുമായിട്ട് മിക്സ് ചെയ്തതാകാം. ചിലപ്പോൾ റെയിൻ വാട്ടർ ആകാം, അല്ലെങ്കിൽ എനി ടൈപ്സ്, ചിലപ്പോൾ എന്തെങ്കിലും ബൈ ആക്സിഡന്റ് ഏതെങ്കിലും വാട്ടർ ബോഡീസിലേക്ക് വീണതാകാം. ഇതൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഓഷ്യൻ ആൻഡ് മറൈൻ ഡംപിങ്, ഇത് പല കൺട്രീസിലും ചെയ്യുന്നതാണ്. എന്താ അവർ ചെയ്യുക? അവര് ഗാർബേജസ് എന്ന് വെച്ചാൽ വീട്ടിൽ നിന്ന് വരുന്ന വേസ്റ്റ് എല്ലാം എന്ത് ചെയ്യാണ്? ഒരു വാട്ടർ ബോഡി, മെയിൻലി അവർ സീയിൽ കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ചെയ്യുകയാണ്. ഓക്കെ, അതാണ് ഓഷ്യൻ ആൻഡ് മറൈൻ ഡംപിങ്. അഗൈൻ ദേ തിങ്ക് ഓഫ് റബിഷ്, പേപ്പർ വേസ്റ്റ്, ഫുഡ് വേസ്റ്റ്, പ്ലാസ്റ്റിക്, റബ്ബർ, മെറ്റാലിക് ആൻഡ് അലൂമിനിയം വേസ്റ്റ്. സോ ഇതെന്താണ്? ഇതെല്ലാം കൊണ്ടുവന്ന് നമ്മളൊരു വാട്ടർ ബോഡിയിൽ ഡെപ്പോസിറ്റ് ചെയ്യണം. ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുമില്ല, അത് ഡീകമ്പോസ് ചെയ്ത് ഇവിടെ കണ്ടോ, ഇതെല്ലാം പ്ലാസ്റ്റിക് വേസ്റ്റുകളാണ്. ആ പ്ലാസ്റ്റിക് വേസ്റ്റ് ഒക്കെ അതേ കണക്കന്നെ നിൽക്കും. ഇനി ചില സമയങ്ങളിൽ നമ്മൾ കടലിൽ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഈ വേസ്റ്റ് എല്ലാം തിരമാല അടിച്ച് എല്ലാം നമ്മുടെ സീഷോറിലേക്ക് കൊണ്ടുവന്ന് വെക്കും. സോ ഇത് വേണ്ടേ വാട്ടർ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കും കടലിനടിയിൽ നിന്നുള്ള ഒരു വ്യൂ ആണിത്. നമ്മുടെ ഓഷ്യൻസിന്റെ സർഫസ് എന്തുമാത്രം പൊല്യൂട്ടഡ് ആണ് എന്ന് കാണിക്കുന്ന ഒരു ഇമേജ് ആണ്. ഓഷ്യന്റെ സർഫസ് എന്തുമാത്രം പൊല്യൂട്ടഡ് ആണ്. സോ നെക്സ്റ്റ് പറയുന്നത് അണ്ടർഗ്രൗണ്ട് സ്റ്റോറേജ് ആൻഡ് ട്യൂബ് ലീക്കേജസ്. ഇപ്പോ നമുക്ക് യൂഷ്വലി നമ്മള് പെട്രോൾ പമ്പിലൊക്കെ എന്താ ചെയ്യുന്നത്? പെട്രോൾ നമ്മളൊരു പെട്രോളും ഡീസലും ഒക്കെ ഒരു അണ്ടർഗ്രൗണ്ട് ടാങ്കിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഈ അണ്ടർഗ്രൗണ്ട് ടാങ്കിന് എന്തെങ്കിലും ഒരു ലീക്കേജ് വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഈ അണ്ടർഗ്രൗണ്ട് ടാങ്കിന് ലീക്കേജ് വന്നാൽ ആ പെട്രോള് നിയർ ബൈ സോയിലിലേക്ക് വരും. ആ നിയർ ബൈ സോയിലിൽ നിന്ന് എന്തായിരിക്കും? അത് പെർക്കുലേറ്റ് ഡൗൺ ചെയ്ത് നമ്മുടെ നിയർ ബൈ വാട്ടർ ബോഡി, അതായത് ഗ്രൗണ്ട് വാട്ടറിലേക്ക് എത്തുവാണ്. അത് നമ്മൾ യൂഷ്വലി നമ്മൾ കേൾക്കുന്ന ഒരു വാർത്തയാണ്, ഗ്രൗണ്ട് വാട്ടർ കണ്ടാമിനേറ്റഡ് ആയി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ പെട്രോൾ പമ്പിന് അടുത്തുള്ള വീടുകളിലൊക്കെ ചെറിയൊരു ഇതുണ്ടാവും, അവിടുത്തെ കിണറുകളിൽ ചെറിയൊരു പെട്രോളിന്റെ മയം ഉണ്ടാവും. ബിക്കോസ് എന്താണ്, ഒരുപാട് വർഷം നമ്മൾ സെയിം ടാങ്കിൽ തന്നെയാണ് ഈ പെട്രോൾ നിറച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ ആ ടാങ്കിനകത്ത് ലീക്കേജസിനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. അപ്പോൾ അതും ഒരു സോഴ്സ് ഓഫ് ഗ്രൗണ്ട് വാട്ടർ ടേബിൾ കണ്ടാമിനേഷൻ ആണ്. So what are the effects of water pollution? So first one, death of aquatic animals. So water pollution കൂടി കഴിഞ്ഞാൽ the first reason, death of aquatic animals. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള വേസ്റ്റുകൾ കൂടുതലായിട്ട് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മുടെ വാട്ടർ ബോഡിയിലെ ഓക്സിജൻ മുഴുവൻ യൂസപ്പ് ചെയ്ത് എനറോബിക് ഓർഗാനിസത്തിന്റെ ഗ്രോത്ത് അതിനെ ഫേവർ ചെയ്യും. ഇനി അതേ കണക്ക് തന്നെ എന്താണ്, സീയിലൊക്കെ ആണെങ്കിൽ ഒരുപാട് ഫിഷും ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഫിഷസിനൊക്കെ അതിന്റെ ലൈഫ് എക്സ്റ്റെൻഡ് ആയി പോകുന്നതും ഇതിന്റെ കാരണമാണ്. ഇപ്പൊ കടലിനടിയിൽ തിമിംഗലങ്ങളൊക്കെ ചത്തുപോകുന്ന റീസൺ ദേ ആർ ഈറ്റിംഗ് പ്ലാസ്റ്റിക്സ് എന്നാ പറയുന്നത്.
അപ്പോൾ പല സമയത്ത് നടത്തിയ ഇൻവെസ്റ്റിഗേഷൻസിനകത്ത് നമ്മൾ ത്രോ ചെയ്യുന്ന പ്ലാസ്റ്റിക് വേസ്റ്റ് ഒക്കെ ഈ തിമിംഗലങ്ങൾ കഴിച്ച് എന്താണ് ഉള്ളിലേക്ക് തിമിംഗലത്തിന് എന്താണ് ഇൻഡസ്ട്രൈനിലേക്ക് സാധനം വന്നു കഴിഞ്ഞാൽ ഇത് ദഹിക്കില്ല, ഉള്ളിൽ കിടക്കും, ഇത് ദഹിക്കത്തില്ല, പക്ഷേ ഇത് പുറത്തേക്ക് പോകത്തേ ഇല്ല. അപ്പോൾ ഈ സാധനം വയറ്റിൽ കിടക്കുന്നത് കൊണ്ട് എന്ത് ചെയ്യും, അത് പുതിയ ആഹാരങ്ങളൊന്നും അതിന് കഴിക്കാനും പറ്റില്ല, വയറ് നിറഞ്ഞിരിക്കുകയാണ് പ്ലാസ്റ്റിക് കൊണ്ട്. അത് എന്താണ് വയറ്റിൽ നിന്ന് പുറത്തോട്ടും പോകില്ല, പുറത്തൊന്നും കഴിക്കാനും പറ്റില്ല. അങ്ങനെയാണ് പലപ്പോഴും പല അക്വാട്ടിക് ഓർഗാനിസംസും ചത്തുപൊങ്ങുന്നത്. അത് എന്താണ് ഈ നമ്മൾ ത്രോ ചെയ്യുന്ന വേസ്റ്റുകളാണ് അത് കഴിക്കുന്നത്. വേസ്റ്റുകൾ കഴിച്ചു കഴിഞ്ഞാൽ എന്താണ് അത് ഇൻടേൺ അതിന് പിന്നെ വേറൊന്നും കൂടെ കഴിക്കാൻ പറ്റില്ല, അത് എന്താണ് ദഹിക്കാതെ വേറൊരു സാധനം കഴിക്കാൻ പറ്റില്ല. അങ്ങനെ ഇത് നമ്മൾ ഈ കഴിച്ച വേസ്റ്റസ് ഒന്നും ഒരിക്കലും നമ്മുടെ ബോഡിക്ക് യൂസ്ഫുൾ ആയ സാധനങ്ങളുമല്ല. അതുകൊണ്ട് അങ്ങനെയാണ് അത് ചത്തുപോകുന്നത്. സോ ഇതാകണ്ട കുറെ മീനുകളൊക്കെ ചത്തുപോയി കിടക്കുന്നത്. സോ അതിന്റെ സൈഡിലേക്ക് കാണാം എന്താണ്ട് പ്ലാസ്റ്റിക് പോലുള്ള വേസ്റ്റുകളൊക്കെ അവിടെ കിടക്കുന്നത്. സോ ഒരു സീ ഷോർ നിറയതാണ്ട് മീനുകളൊക്കെ ചത്തുപോയി കിടക്കുവാണ്. ഡിസ്റപ്ഷൻ ഓഫ് ഫുഡ് ചെയിൻ. സോ അതാണ്ട് നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ആണ്. ലിറ്റിൽ ഫിഷ് ഈറ്റ് ടൈനി ഓർഗാനിക് പാർട്ടിക്കിൾസ്, ബിഗ് ഫിഷ് ഈറ്റ് ടൈനി ഫിഷസ്, ഹ്യൂമൻസ് ഓൾസോ ഈറ്റ് ഫിഷസ്. നമ്മൾ എന്താണ് ഇപ്പോൾ അതാണ്ട് ഇതിനൊക്കെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ നമ്മൾ എന്ത് ചെയ്തു, സീയിലേക്ക് ഇട്ടു. ആ പ്ലാസ്റ്റിക് ബോട്ടിൽ കുറെ വർഷം കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, അത് ചെറിയ ചെറിയ ഫ്രാഗ്മെന്റ്സ് ആയിട്ട് മാറും. കുറെ വർഷം ടേക്ക് അബൌട്ട് 100 years. അപ്പൊ അതിനകത്ത് ആ ചെറിയ ഫ്രാഗ്മെന്റ്സ് എന്ത് ചെയ്യും, ഒരു ചെറിയ ഫിഷ് കഴിക്കും, അതിനെന്ത് ചെയ്യും, ആ ചെറിയ ഫിഷിനെ വലിയ ഫിഷ് കഴിക്കും, അതിലും വലിയ ഫിഷ് കഴിക്കും, അതിനെ എന്ത് ചെയ്യും, നമ്മളെ ഹ്യൂമൻസ് കഴിക്കും, ഹ്യൂമൻസ് എടുത്ത് വെച്ച് കഴിക്കും. അപ്പൊ ഇൻടേൺ എന്ത് വന്നു, അത് നമ്മുടെ ബോഡിയിലേക്കും ആ സാധനങ്ങൾ വന്നു. ഇനി എന്തൊക്കെയാ ഡിസീസസ് കോസ് ചെയ്യാം? So people can get diseases such as hepatitis by eating seafood that has been poisoned. So വാട്ടർ പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഏരിയയിൽ കോളറ പോലുള്ള അസുഖങ്ങൾ പടർന്നു പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഔട്ട് ബ്രേക്ക് ഓഫ് കോളറ as poor drinking water treatment from contaminated water bodies. ഇത് മാത്രമല്ല, ഡിസീസസിന് നമ്മൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസീസസ് പഠിക്കണം. വാട്ടർ പൊല്യൂഷൻ കൊണ്ടുണ്ടാകുന്ന ഡിസീസ് ജസ്റ്റ് ഞാൻ ഒരു എക്സാമ്പിൾ പോലെ പറഞ്ഞു പോയെന്നേ ഉള്ളൂ. ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമുക്കത് ഡിസ്കസ് ചെയ്യാനുണ്ട്. സോ ഡിസ്ട്രക്ഷൻ ഓഫ് എക്കോസിസ്റ്റം. എന്താണ് നമ്മുടെ എക്കോസിസ്റ്റത്തിനകത്ത് വരുന്ന ചേഞ്ചസ്. ഇപ്പോൾ പ്ലാന്റ്സ് അല്ലെങ്കിൽ ആനിമൽസ് ഒരുപാട്, നമ്മുടെ അക്വാട്ടിക് ലൈഫ് ഒരുപാട് നശിച്ചു പോവുകയാണ്. ആ അക്വാട്ടിക് ലൈഫ് ഒരുപാട് നശിക്കുമ്പോൾ എന്താണ്, ഈ അക്വാട്ടിക് ഓർഗാനിസത്തിനെ മാത്രം തിന്നുന്ന കുറെ ബേർഡ്സ് ഉണ്ടാവും, ഇപ്പൊ കൊക്ക് കണക്കുള്ള സാധനങ്ങൾ. അപ്പോൾ ഇതിന് എന്ത് സംഭവിക്കും, ഇതിന് നമുക്ക് ആവശ്യമുള്ള ഫുഡ് കിട്ടാതാവുകയാണ്. അങ്ങനെ വരുമ്പോൾ അതിനെ എന്ത് ചെയ്യും, ആ ഒരു ബേർഡ്സിനെയും അത് എഫക്ട് ചെയ്യും. അപ്പൊ അങ്ങനെ ഇൻ ടേൺ ഇറ്റ് വിൽ അഫക്ട് ദ എക്കോസിസ്റ്റം. So how can we prevent water pollution? So നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്താണ്, നമ്മൾ വേസ്റ്റസ് ത്രോ ചെയ്യാതിരിക്കുക. ഇൻ ടേൺ നമ്മൾ വേസ്റ്റ് എന്താണ് ലിക്വിഡ് വേസ്റ്റ് എങ്ങാനും വാട്ടർ ബോഡിയിലേക്ക് ത്രോ ചെയ്യണമെങ്കിൽ അത് പ്രോപ്പർ ആയിട്ട് ട്രീറ്റ് ചെയ്ത് 100% അത് ഹാർംഫുൾ എഫക്ട്സ് ഒന്നും കോസ് ചെയ്യില്ല എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം നമ്മൾ അത് പുറത്തേക്ക് ത്രോ ചെയ്യും. So that always look for correct waste bin. If there is no one around, please take it home and put in your trash bin. This includes places like beach, etc. അതുകൊണ്ടാണോ ഇതിങ്ങനെ ചുമ്മാ എടുത്ത് നമ്മുടെ വാട്ടർ ബോഡിയിലേക്ക് ഇടുകയാണ്. ഇതാണെങ്കിൽ 365 ദിവസം ഇതാണെങ്കിൽ വേസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുക, ആ വാട്ടർ ബോഡി കണ്ടാമിനേറ്റഡ് ആയി പിന്നെ നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് മാറും. So use water wisely. Do not keep the tap running when not in use. Also, you can reduce the amount of water used in washing and bathing. So, pinanda cheyan pattiya. Do not throw chemicals, oil, paint, and medicines down the sink or draining toilet. So, dande ഈ ടിന്നർ ഇതിനൊക്കെയുള്ള സാധനങ്ങൾ പെയിന്റിനകത്ത് വരുന്ന പെയിന്റിലുള്ള പിഗ്മെന്റ്സ് ഒക്കെ ഭയങ്കര ഹസാർഡസ് ആയിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോ PCBs, പോളിക്ലോറിനേറ്റഡ് ബൈഫിനൈൽ എന്ന് പറഞ്ഞ സാധനങ്ങളൊക്കെ ഈ പെയിന്റിനകത്തും തിന്നറിനകത്തും ഒക്കെ ഉണ്ട്.
ഇതൊക്കെ ഭയങ്കര ഹാർംഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇൻ കേസ് ഇത് എന്തെങ്കിലും വാട്ടർ ബോഡീസ് ആയിട്ട് ഇപ്പൊ പെയിന്റിന്റെ പാർട്ട് നമ്മൾ കഴുകാതെ എടുത്ത് ഒരു നമ്മുടെ വീടിനടുത്തുള്ള ഒരു എന്താണ് തോടിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അതിനകത്തുള്ള പോളിക്ലോറിനേറ്റഡ് ബൈഫിനൈൽ എന്ന് പോലുള്ള സാധനങ്ങൾ എന്ത് ചെയ്യും, ആ വാട്ടർ ബോഡിയിൽ വന്ന് സ്പ്രേ ആയി കിടന്ന് വാട്ടർ ബോഡിയിൽ കലങ്ങിപ്പോയി അവിടുത്തെ ഓർഗാനിസംസ്, ഫിഷും അതേ കണക്ക് എന്തെങ്കിലും എന്താണ് അക്വാട്ടിക് ഓർഗാനിസംസ് ഉണ്ടെങ്കിൽ അതെല്ലാം ചത്തു പോകാനുള്ള കാരണം ഉണ്ടാവും. അപ്പോൾ കെമിക്കൽസ്, ഈ പറയുന്ന സാധനങ്ങളൊന്നും ഒരു കാരണവശാലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, വാട്ടർ ബോഡീസിലേക്ക് ത്രോ അവേ ചെയ്യാൻ പാടില്ല. കെമിക്കൽസ്, ഓയിൽ പെയിന്റ്സ്, മെഡിസിൻസ്. ഇനി അതേ കണക്ക് തന്നെയാണ് നമ്മുടെ ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സിനകത്തുള്ള ബോർഡുകൾ, അതും എന്ത് ചെയ്യാൻ പാടില്ല, ഒരിക്കലും ഡയറക്റ്റ് ത്രോ അവേ ടു വാട്ടർ ബോഡീസ് ചെയ്യാൻ പാടില്ല. അങ്ങനെയുള്ള സാധനങ്ങൾ റീസൈക്ലിങ്ങിന് വേണ്ടി മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ. അപ്പോൾ നമ്മൾ വെൽഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ ഭയങ്കരമായിട്ടുള്ള വാട്ടർ പൊല്യൂട്ടന്റ് ആണ്. ഓക്കെ. So if you use chemicals and pesticides for your gardens and farm, be mindful not to overuse pesticides and fertilizers. This will reduce runoff chemicals in a nearby water source. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മൾ പെസ്റ്റിസൈഡ്സും ഇൻസെക്ടിസൈഡ്സും ഒക്കെ നമ്മുടെ എന്തിൽ സ്പ്രേ ചെയ്യും, നമ്മുടെ ഫീൽഡിൽ സ്പ്രേ ചെയ്യും. അങ്ങനെ സ്പ്രേ ചെയ്യുന്ന സമയം ആവശ്യത്തിന് മാത്രം സ്പ്രേ ചെയ്യുക. അതേ കണക്ക് തന്നെ DDT പോലുള്ള സാധനങ്ങൾ ഒരിക്കലും സ്പ്രേ ചെയ്യുക. വളരെ ഹാർംഫുൾ ആയിട്ടുള്ള കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ആഡ് ചെയ്യാതിരിക്കുക. നാച്ചുറൽ ആയിട്ട് കിട്ടുന്ന അതേ കണക്ക് നമ്മുടെ കൗഡങ്ങോ അതേ കണക്കുള്ള ഫെർട്ടിലൈസേഴ്സ് ലിമിറ്റഡ് ക്വാണ്ടിറ്റിയിൽ സ്പ്രേ ചെയ്യുക. ലിമിറ്റഡ് എന്ന് പറയുമ്പോൾ സർഫസ് റൺ ഓഫ് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സ്പ്രേ ചെയ്ത് അല്ലെങ്കിൽ അതിട്ട് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ചകിരിച്ചോറ് പോലുള്ള സാധനങ്ങളൊക്കെ ഫെർട്ടിലൈസേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുക. കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് 100% അവോയ്ഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ആഡ് ചെയ്യണമെങ്കിൽ അത് ലിമിറ്റ് ചെയ്ത് സർഫസ് റൺ ഓഫ് ഒക്കെ പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വേണം കൊടുക്കാനായിട്ട്. ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. നമ്മുടെ വീട് നിയർ ബൈ ഒരു വാട്ടർ ബോഡിയിലാണെങ്കിൽ എന്ത് ചെയ്യാം, അവിടെ ചുറ്റും മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കുക. ടു പ്രിവെന്റ് സോയിൽ ഇറോഷൻ. എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പുറത്തേക്ക് വലിച്ചെറിയുന്ന ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊന്നും സോയിലിനകത്ത് വീണ് കിടക്കുന്ന സാധനങ്ങളൊന്നും ഒലിച്ചിറങ്ങി വാട്ടർ ബോഡിയിലേക്ക് പോവില്ല. സോ ലിക്വിഡ് വേസ്റ്റ്, സീവേജ് or wastewater treatment. So next നമ്മൾ പറയുന്നതാണ് liquid waste, liquid waste treatment, sewage or wastewater treatment. So wastewater from flushing the toilet, bathing, washing sink and general cleaning goes down the drain and into pipe which joins a larger sewer pipe under them. The large pipes also joins a main pipe that leads to a treatment center. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ സീവർ പൈപ്സിനകത്തുള്ള ട്രീറ്റ്മെന്റ്, പക്ഷെ അത് യൂഷ്വലി അതിന്റെ ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾസ് ഒന്നും കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാറില്ല. എന്താ, ഇത് നമ്മുടെ വീടാണ്, ആ വീട്ടിൽ നിന്ന് എന്ത് ചെയ്യും, നമ്മുടെ വേസ്റ്റ് ഒരു ഡ്രെയിൻ പൈപ്പ് വഴി പോകും. ഇത് അടുത്ത വീട്, അവിടെ നിന്ന് എന്ത് ചെയ്യും, അവിടെ നിന്നും അതൊരു മെയിൻ ഡ്രെയിൻ പൈപ്പിലേക്ക് പോകും. ഇത് അടുത്ത വീട്, അവിടെ നിന്നും എന്ത് ചെയ്യും, ഒരു മെയിൻ ഡ്രെയിൻ പൈപ്പിലേക്ക് പോകും. ഈ മെയിൻ ഡ്രെയിൻ പൈപ്പിൽ വരുന്ന ലിക്വിഡ് വേസ്റ്റ് എന്ത് ചെയ്യാണ്, അത് ട്രീറ്റ് ചെയ്യാണ്. ട്രീറ്റ് ചെയ്തിട്ട് ആ ട്രീറ്റഡ് വാട്ടർ ആണ് എവിടെ പോകേണ്ടത്, നമ്മുടെ വാട്ടർ സോഴ്സിലേക്ക് വന്ന് വീഴേണ്ടത്. ഇപ്പോൾ കടലോ റിവറോ സീയോ എന്തുവാണെങ്കിലും അതിലേക്ക് വന്ന് വീഴും. ആ ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾസ് കറക്റ്റ് ആയിട്ട് ചെയ്തില്ലെങ്കിൽ it will affect the water flow. So അതിന്റെ ഒരു പിക്ടോറിയൽ റെപ്രസെന്റേഷൻ ആണ്. പൈപ്പ് ടേക്ക് വാട്ടർ ടു ട്രീറ്റ്മെന്റ് സെന്റർ, ട്രീറ്റ്മെന്റ് സെന്റർ. പിന്നെ അതാണ് സ്ക്രീനിങ് സ്റ്റേജ്, പ്രൈമറി ട്രീറ്റ്മെന്റ്, സെക്കൻഡറി ട്രീറ്റ്മെന്റ്, ഫൈനൽ ട്രീറ്റ്മെന്റ്, ഫിൽറ്റേർഡ് ഇൻ ടു റിവർ. അതിന്റെ ട്രീറ്റ്മെന്റ് പ്രൊസീജിയർ ആണ് ഈ കൊടുത്തിരിക്കുന്നത്, പിക്ടോറിയൽ വാട്ടറിന്റെ ട്രീറ്റ്മെന്റ് പ്രൊസീജിയർ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. നിങ്ങൾക്ക് ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം.
ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ?